ഓപ്പറേഷൻ ബാർകോഡ് പരിശോധനയിൽ സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ വ്യാപക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ നിന്നും മാസപ്പടിയായി കൈക്കൂലി വാങ്ങി. ആലപ്പുഴയിൽ മാസപ്പടിയായി 3,56,000 രൂപ ബാർ ഉടമകളിൽ നിന്നും ഉദ്യോഗസ്ഥർ കൈപ്പറ്റി. 66 ബാർ ഹോട്ടലുകളിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. അർജുൻ രാജ് വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, എന്താണ് കണ്ടെത്തൽ? സേതു, ഓപ്പറേഷൻ ബാർകോഡ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായിട്ടായിരുന്നു പരിശോധന. 66 ബാർ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേടാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ: എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ നിന്ന് മാസപ്പടിയായി കൈക്കൂലി വാങ്ങുന്നു എന്നുള്ള കണ്ടെത്തലാണ് വിജിലൻസ് നടത്തിയിട്ടുള്ളത്. യഥാസമയത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്താത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് അവർക്ക് ഇതുപോലെ കൈക്കൂലിയായി തുക ലഭിക്കുന്നുവെന്നുള്ള കണ്ടെത്തലാണ് വിജിലൻസ് നടത്തിയിട്ടുള്ളത്. അനുവദിച്ചതിലും നേരത്തെ ബാറുകൾ തുറക്കുന്ന സ്ഥിതി പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ 11 മണിക്കാണ് ബാറുകൾ തുറക്കേണ്ട സമയം. അതിനും 1 മണിക്കൂർ മുന്നേ തന്നെ ബാറുകൾ തുറന്ന് വിൽപ്പന നടത്തുന്നതായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. അവധി ദിവസങ്ങളിൽ ബാറുകൾ തുറന്നു പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. 1-ാം തീയതിയും ഒപ്പം തന്നെ പത്തനംതിട്ടയിലെ ഒരു ബാർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് സാധാരണ എല്ലാ മദ്യവിൽപ്പനശാലകൾക്കും തുറക്കരുതെന്ന് നിർദ്ദേശം സർക്കാർ നൽകിയതാണ്. പക്ഷേ അന്നും ബാറുകൾ തുറന്നു പ്രവർത്തിച്ചതായി വിജിലൻസിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസം ബാറുകൾ തുറന്നു പ്രവർത്തിച്ചതായി കണ്ടെത്തി. പിന്നെ ആലപ്പുഴയിൽ മാസപ്പടിയായി 3,56,000 രൂപ ബാറുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ, റേഞ്ച് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവരാണ് ഇങ്ങനെ ബാർ ഉടമകളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതെന്നാണ് കണ്ടെത്തൽ. മലപ്പുറത്ത് എക്സൈസ് ഓഫീസിൽ നിന്ന് മദ്യം കണ്ടെത്തുന്ന വിവരങ്ങൾ വന്നിട്ടുണ്ട്. ബാറുകളിൽ നിന്ന് ലഭിച്ച പാരിതോഷികമായി ആണ് ഇങ്ങനെ മദ്യം എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതെന്ന് കണ്ടെത്തുകയാണ് വിജിലൻസ് സംഘം. വലിയ കണ്ടെത്തലുകളാണ് വിജിലൻസ് നടത്തിയിരിക്കുന്നത്.